സമയത്തിനകം പ്രധാനമന്ത്രിയും സംഘവും പുറത്തേക്ക് എത്തി ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തുറക്കുന്നതോടുകൂടി അത് വിശ്വാസികൾക്കായി ആ ക്ഷേത്രം സമർപ്പിക്കപ്പെടും. ഇപ്പോൾ മറ്റ് പ്രതിഷ്ഠാപരമായ ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എല്ലാവരെയും ക്ഷണിച്ചിട്ടാണ് ഈ ചടങ്ങ് ഇന്നിപ്പോൾ അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണമുണ്ടായിരുന്നു. അതിൽ ആരൊക്കെ പങ്കെടുത്തില്ല എന്നതൊക്കെ രാഷ്ട്രീയമായി ഏറെ കൗതുകമുള്ള കാര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമായും ഏതൊക്കെ രാഷ്ട്രീയ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു, ആരുടെയൊക്കെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നുണ്ടെന്ന്? പ്രജിന്, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ ആരൊക്കെ പങ്കെടുത്തു എന്നത് സംബന്ധിച്ച വിവരം ഇനിയും ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചലച്ചിത്ര താരങ്ങള്, അതുപോലെ ടെലിവിഷൻ താരങ്ങള്, കലാകാരന്മാർ, അവരുടെ ഒരു നീണ്ട നിര തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറും കുടുംബവും, അങ്ങനെ അവരുടെയൊക്കെ പേര് ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഇവിടേക്ക് വന്നതായി, അതായത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ക്ഷണിക്കപ്പെട്ടവരാരെങ്കിലും വന്നതായി ഇതുവരെ സൂചനകളില്ല. അതിന്റെ വിവരങ്ങൾ ഒരു പക്ഷേ അതിന്റെ മറ്റു വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതാം. ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ, അതിന്റെ കവാടം എന്ന് പറയുന്നത് കിഴക്കേ ഗോപുരവാതിലാണ്. അത് പ്രധാനമന്ത്രി അല്പസമയത്തിനകം. ശരി, ഇനിയിപ്പോൾ ആ ചടങ്ങിലേക്കാണ് നമ്മൾ പോകേണ്ടത്. വിജയകുമാർ തുടരുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ ചടങ്ങിലേക്കും ഒപ്പം മറ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കും തിരികെ എത്താം. ഇടവേള. No, sir. Finish. No problem. Welcome. No, you are not entered. This area to this area only. വീണ്ടും അയോധ്യയിലേക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് പുറത്ത് എത്തിയിരിക്കുന്നു. അവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ പ്രധാനമന്ത്രി വണങ്ങുകയാണ്. ഒപ്പം ഈ പ്രധാനപ്പെട്ട കവാടം, അത് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി അത് വിശ്വാസികൾക്കായി ക്ഷേത്രം സമർപ്പിക്കപ്പെടും. ആ ചടങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി മന്ദിരത്തിന് പുറത്തേക്ക് എത്തിയ ശേഷം അവിടെ എത്തിയിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ വണങ്ങിയ ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു. ആർ രാധാകൃഷ്ണനും എസ് വിജയകുമാറും തുടരുന്നുണ്ട്. വിജയകുമാർ, ഇനിയിപ്പോൾ ക്ഷേത്ര കവാടം, പ്രധാനപ്പെട്ട വാതിൽ തുറക്കുന്നതോടുകൂടി ആ ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കപ്പെടും. ഇന്നിപ്പോൾ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾക്ക് മാത്രമായിരിക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടാവുക, അല്ലേ? അതാണ് പ്രജിൻ, ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ ക്ഷേത്രപ്രവേശനമുള്ളൂ. നാളെ മുതലാണ് മറ്റുള്ളവർക്ക്, വിശ്വാസികൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിനായി അതിന്റെ മട്ടുപ്പാവിലേക്ക് വരികയാണ് തൊഴുകൈകളോടെ. ഏതാണ്ട് 7000-ഓളം ആളുകൾ, 7000-നും 8000-നും ഇടയിൽ ആളുകൾ അവിടെ ഈ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര
തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവരെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിവാദ്യം ചെയ്യും. അതിനുശേഷമേ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാവുകയുള്ളൂ. 1 മണി മുതൽ 2 മണി വരെയാണ് ആ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ വേദിയിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭാഗവത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ ആനന്ദീബെൻ പട്ടേൽ. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. സ്വസ്തി നസ്താരക്ഷോ ആരിഷ്ടാനേ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു സുശാന്തിർഭവതു. ദൃശ്യങ്ങളിൽ കാണാം, അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രസംഗം നടക്കും. അതിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. ഒപ്പം രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ ലോകം. ആ ചടങ്ങുകൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ വാതിൽ അത് തുറന്നു നൽകപ്പെട്ടിരിക്കുന്നു. ഇനി ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അല്പസമയത്തിനകം ക്ഷേത്രത്തിനകത്തെ പ്രവേശിച്ച് ദർശനം നടത്താൻ കഴിയും. മറ്റുള്ളവർക്ക്, പൊതുജനങ്ങൾക്ക് നാളെയായിരിക്കും പ്രവേശനം ഉണ്ടാവുക.